ഹർഷൻ ഈശാനിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ജൂലി പോയതിനു ശേഷം കുറച്ചുനേരം കഴിഞ്ഞ് ഈശാനിയുടെ അടുത്തേക്ക് പോയി. അവൻ ചെല്ലുമ്പോൾ കാണുന്നത് ആയുഷിൻ്റെ തോളിൽ തലചായ്ച്ച് എന്തോ സംസാരിച്ചിരിക്കുന്ന ഈശാനിയെയാണ്. അവരുടെ ചേർന്നുള്ള ഇരുത്തം കണ്ട് ഹർഷൻ ഒരു പുഞ്ചിരിയോടെ അവർ അറിയാതെ അവരുടെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോ ആയുഷിന് അയച്ചു കൊടുത്തു. ഹർഷൻ്റെ മെസ്സേജ് കണ്ടതും ആയുഷ് പെട്ടെന്ന് തന്നെ അതെടുത്ത് നോക്കി. അവൻ അയച്ച ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവനിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പിന്നെ ആ ഫോൺ ഈശാനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ഹർഷനെ തിരഞ്ഞു. പെട്ടെന്ന് തന്നെ അവരിൽ നിന്നും കുറച്ച് ദൂരെയായി നിൽക്കുന്ന ഹർഷനെ കാണുകയും ചെയ്തു. അയ്യോ, അച്ചോട്ടൻ എപ്പോഴാ നമ്മുടെ ഫോട്ടോ എടുത്തേ? ഞാൻ കണ്ടില്ലല്ലോ. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ. എന്നാലും അച്ചേട്ടനൊന്ന് ചിരിക്കായിരുന്നു. ആയുഷിൻ്റെ ഫോണിൽ അവരുടെ ഫോട്ടോ കാണുക വാതോരാതെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി ഈശാനി. അവളുടെ നിർത്താതെയുള്ള സംസാരം കേട്ട് ആയുഷ് ഒരു നിശ്വാസത്തോടെ അവളുടെ തലയ്ക്കൊന്ന് തട്ടി. എന്നിട്ട് അവളുടെ തല ഹർഷന് നേരെ പിടിച്ച് തിരിച്ചുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. ഹർഷട്ടാ, എപ്പോഴാ വന്നേ? വാ, ഇവിടെ ഇരിക്ക്. അവരുടെ അടുത്തേക്ക് വന്ന ഹർഷനോട് അടുത്തുള്ള സീറ്റിലേക്ക് തൊട്ട് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ എന്താ ഇവിടെ? പെട്ടെന്നാണ് ആയുഷ് ഹർഷനോട് ചോദിച്ചത്. ആദ്യം എന്തു പറയുമെന്ന ചിന്തയിൽ ഒന്ന് പതറിയെങ്കിലും പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ മറുപടി പറഞ്ഞു. ഞാൻ ഏട്ടത്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ കാണാലോ എന്ന് കരുതി വന്നതാ ഏട്ടാ. ഇവൾ പറഞ്ഞതാണോ നിന്നോട് ഇവിടെ ഉണ്ടെന്ന്? ആ അതെ, അല്ലടി ഏട്ടത്തി, ഹർഷൻ ഈശാനിയെ നോക്കി ചോദിച്ചു. അവൾ അവനെ കണ്ണുമിഴിച്ചൊന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ട് ഹർഷൻ ആയുഷൻ കാണാതെ അവളുടെ കാലിന് ഒരു ചവിട്ട് കൊടുത്തു. ആ അതെ, ഞാൻ പറഞ്ഞിരുന്നു ഹർഷേട്ടനോട്. ആയുഷ് അവർ രണ്ടുപേരെയും നോക്കിയൊന്ന് മൂളി. അപ്പോഴാണ് ഡേവിഡും ജൂലിയും അങ്ങോട്ടേക്ക് വന്നത്. ആനിമോളെ, നമുക്ക് പോകാം. റോയി വന്നിട്ടുണ്ട്, ഇനി അവൻ നിന്നോളും ഇവിടെ. പിന്നെ ജോണിയും റീനയും ഒക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഡേവിഡ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഈശാനി പൊയ്ക്കട്ടെ എന്നോണം ആയുഷിനെ ഒന്ന് നോക്കി. ശരി, പൊയ്ക്കോ. പിന്നെ ഹർഷ, നീ ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്തു കൊടുക്ക്. ആകെ ക്ഷീണിച്ചിട്ടാ ഉള്ളത്. വയ്യാതെ ഡ്രൈവ് ചെയ്യാൻ നിൽക്കണ്ട. ഡേവിഡിൻ്റെ ക്ഷീണം കണ്ട് ആയുഷ് ഹർഷനെ നോക്കി പറഞ്ഞു. മറ്റാരെയും നോക്കിയതുമില്ല. ഏയ്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ പൊയ്ക്കോളാം. അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഡേവിഡ് പറഞ്ഞു. കുഞ്ഞാ, വണ്ടി എടുത്തു വാ. ഡേവിഡ് പറഞ്ഞത് കേൾക്കാത്ത പോലെ ആയുഷ് വീണ്ടും പറഞ്ഞു. ഇനി അവിടെ വേറെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഡേവിഡ് ഹർഷനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഹർഷൻ പെട്ടെന്ന് പോയി വണ്ടി എടുത്തു വന്നു. അപ്പോഴേക്കും ഡേവിഡും ആയുഷും ഈശാനിയും ജൂലിയും പുറത്തേക്ക് നടന്നു. എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്വയം പരിഹരിക്കാൻ നിൽക്കാതെ മറ്റുള്ളവരെ കൂടി അറിയിക്കണം. ഡേവിഡും ഈശാനിയും ജൂലിയും കാറിൽ കയറാൻ നേരം ആയുഷ് ആരോടുമില്ലാതെ പറഞ്ഞു. അവൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടത് ഈശാനിയുടെ കണ്ണുകൾ അവന് നേരെ ഒന്ന് കൂർത്തു. ആ സമയം തന്നെ ആയുഷിൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുമായി കുരുത്തു. അവളുടെ നോട്ടം കണ്ട് അവൻ ഒരു പൂരികം ഉയർത്തി എന്താ എന്ന് ചോദിച്ചു. അവൾ ശബ്ദമില്ലാതെ ചുണ്ടനക്കിക്കൊണ്ട് അവനെ നോക്കി കടുവ എന്ന് വിളിച്ചു. കടുവ നിന്റെ? അവനും അതേപോലെ ചുണ്ടനക്കിയ ശേഷം കണ്ണുകൾ കൊണ്ട് ഡേവിഡിനെ കാണിച്ചു കൊടുത്തു. അതുകൂടി കണ്ടപ്പോൾ അവളുടെ മുഖം കൂടുതൽ വീർത്തു. ആയുഷ് കണ്ടതും ചിരി വന്നെങ്കിലും അവൻ ചിരിക്കാതെ ഗൗരവമായി തന്നെ നിന്നു. പിന്നെ ആയുഷിനോട് യാത്ര പറഞ്ഞ് ഹർഷൻ അവരെയും കൊണ്ട് കുരിശുങ്കലിലേക്ക് പോയി. അതെ ചാച്ച, എൻ്റെ കുട്ടികളുടെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇനിയും പറഞ്ഞില്ലാന്ന് വേണ്ട, യാത്രക്കിടയിൽ ജൂലി ഡേവിഡിനോട് പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് ഹർഷൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ ചുണ്ടു കുറുമ്പിച്ച് അവനൊരു ഉമ്മ കൊടുത്തു. ഹാ, ഇത്ര പെട്ടെന്ന് കിട്ടിയോ നിന്റെ ആളെ? എന്നിട്ടെവിടെ? ഫോട്ടോ വല്ലതും ഉണ്ടേ കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ഓ, ഫോട്ടോ ഒന്നും ഇല്ല എൻ്റെ ചാച്ച. അധികം വൈകാതെ നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ജൂലി പറഞ്ഞു. പപ്പയ്ക്ക് ആളെ കാണാൻ അത്ര ആഗ്രഹം വെച്ചാൽ അതേ എൻ്റെ ഹർഷേട്ടനെ ഒന്ന് ശരിക്കും നോക്കിക്കോ. അതേപോലെ തന്നെയാണ് കാണാൻ, ഒരു മാറ്റവും ഇല്ല അല്ലേ ജൂലി? ഈശാനി ഹർഷനെയും ജൂലിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെയോ? ആ, അതേതായാലും നന്നായി. നിന്നെപ്പോലെ പൊട്ടിത്തെറിച്ചതിനെ നോക്കാൻ ഇവൻ്റെ അത്ര ആരോഗ്യം ഉള്ളവൻ തന്നെ വേണം, ഡേവിഡ് ഒരു ചിരിയോടെ പറഞ്ഞു. അതെന്താ അങ്കിളെ, ഈ കൂലി അത്രയ്ക്ക് പൊട്ടിത്തെറിയാണോ? കെട്ടുന്നവൻ കുഴയുമോ? ഹർഷൻ ഡേവിഡിനോട് ചോദിച്ചു. പിന്നെ അത് ചോദിക്കാനുണ്ടോ? പക്ഷേ പൊട്ടിത്തെറി സഹിക്കാൻ. ഇവളുടെ കോഴി സ്വഭാവം ഉണ്ടല്ലോ. ഇടവകയിലെ ഒരു ചെറുക്കന്മാരെയും വിടില്ല. എവിടെ പോയാലും അവൾ നോക്കുന്നത് അവൾക്ക് പറ്റിയ ചെറുക്കനുണ്ടോന്നാ. കോഴിയെന്ന് വെച്ചാൽ ഭൂലോക കോഴി. ഹർഷൻ എല്ലാം കേട്ട് എൻ്റെ വിധി, വരാനുള്ളത് ഫ്ലൈറ്റ് പിടിച്ചായാലും വരുമെന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ എന്ന ഭാവത്തിൽ ഈശാനി ഒന്ന് നോക്കി. ഹർഷൻ്റെ ദയനീയമായ നോട്ടം കണ്ട് ഈശാനി ചിരി കടിച്ചു പിടിച്ചു. അത് പിന്നെ പ്രണയിച്ചേ കിട്ടുമെന്ന് പണ്ടേ ഞാൻ തീരുമാനിച്ചതാ. അപ്പോൾ എൻ്റെ ചെറുക്കനെ ഞാൻ തന്നെ തപ്പിക്കൊണ്ട് പിടിക്കണ്ടേ? വേണ്ടേടി ഏട്ടത്തി, ജൂലി ഈശാനിയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു.
എൻ്റെ കണ്ണ എന്തെന്നുള്ള പെണ്ണ ഇത്, പിച്ച് എടുക്കാലോ എൻ്റെ കവിള്. സോറി മുത്തേ, ഇഷ്ടം കൊണ്ടല്ലേ. ആ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ പപ്പ? ഈശാനി ഒരു പ്രത്യേക ഇനത്തിൽ ഡേവിഡിനെ നോക്കി ചോദിച്ചു. അതെ അതെ, ചാച്ചൻ്റെ ജൂലിക്കൊച്ചിന് എന്താ ഒരു ഇളക്കം? ആ ചെറുക്കൻ നല്ലോണം തലയ്ക്ക് പിടിച്ച ചേലാണല്ലോ. ഡേവിഡ് അത് പറഞ്ഞത് ജൂലി ഹർഷനെ ഒന്ന് നോക്കി. അവൻ ഫുൾ ശ്രദ്ധ ഡ്രൈവിങ്ങിലാണെന്ന പോലെയാണ്. പക്ഷേ ആരും കാണാതെ ഹൃദയം നിറഞ്ഞ ഒരു പുഞ്ചിരി അവൻ്റെ ചൊടിയിൽ തത്തിക്കളിച്ചിരുന്നു. അത് പിന്നെ ഞാൻ എൻ്റെ ചാച്ചൻ്റെ കൂട്ടാ. ഒരാളെ പാതിയായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അതങ്ങനെയാണ്. ഒന്നുമില്ലെങ്കിലും പ്രണയത്തിൽ PhD എടുത്ത എൻ്റെ ചാച്ചൻ്റെ കൂടെയല്ലേ ഞാൻ വളർന്നേ. അപ്പോൾ ഇങ്ങനെ ആയില്ലല്ലോ, അത്ഭുതം. ആ ഇനി നീ പ്രണയിച്ച കുറ്റം കൂടി ഈ പാവം പിടിച്ച എനിക്ക് തന്നേരെ. ഓ പിന്നെ ഒരു പാവം കണ്ടാലും മതി. പിന്നെ എൻ്റെ പപ്പ പാവം തന്നെയാണ്. നീ അതേ പറയൂ. നിനക്ക് ചാച്ചൻ പാവം, നിൻ്റെ ഹർഷേട്ടൻ പാവം, ഇതൊക്കെ സഹിക്കാൻ. മനുഷ്യനെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ വരെ അറിയാത്ത അവളുടെ ആ കടുവ വരെ പാവം. എൻ്റെ ഈശോയെ, ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ എന്നാ കൂലി കണ്ണു നിറയെ കണ്ടു. എൻ്റെ ഏട്ടത്തെ പോലെ അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് പകരമായി ആരെയും നിനക്ക് ഈ ഭൂമിയിൽ കിട്ടില്ല, അല്ലേ അങ്കിളെ? അത് ശരിയാണ് നീ പറഞ്ഞത്. ആർക്കും പകരമാകാൻ മറ്റാരെ കൊണ്ട് സാധിക്കില്ല. ഈ പകൽ പോലെ വ്യക്തമായ സത്യം. കളിയും ചിരിയും സംസാരവുമൊക്കെയായി അവർ കുരിശിങ്കലെത്തി. ഡേവിഡ് ഹർഷനെ അകത്തേക്ക് ക്ഷണിച്ചുവെങ്കിലും അവൻ പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് ഹർഷൻ പോയി. ഇനി എൻ്റെ പപ്പ പോയി കുളിച്ച് ഫ്രഷായി വാ. ഇന്ന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പപ്പയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ പപ്പയുടെ ആനിമോൾ ഉണ്ടാക്കി തരും. അവർ വീട്ടിലേക്ക് കയറിയതും ഈശാനി ഡേവിഡിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടി അതിനൊന്നും നിൽക്കണ്ട. റീന എല്ലാം ഉണ്ടാക്കി വെച്ച് കാണും. ആ അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നല്ല സാമ്പാറും അവിയലും പച്ചടി കിച്ചടി എരിശ്ശേരിയും പായസവും ഒക്കെയായി നല്ല ഒരു സദ്യയാവാം, അല്ലേ ജൂലി? പപ്പ പോയി ഫ്രഷായി വാ. ബാക്കി കാര്യങ്ങൾ ഈ ഈശാനി ഡേവിഡ് നോക്കാം. ഡേവിഡിൻ്റെ കവിളിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അയാൾ ഒരു ചിരിയോടെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. എനിക്ക് മേല, ഒരു സദ്യ കഴിച്ചിട്ട് കാലം എത്രയായെന്ന ജൂലി കൊതിയോടെ പറഞ്ഞു. പിന്നെ എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ തീർത്ത് അവർക്ക് 3 പേർക്കുമായുള്ള സദ്യ റെഡിയാക്കി. സ്നേഹത്തോടെ ഡേവിഡിനെ വിളിച്ചിരുത്തി. ഓരോ വിഭവങ്ങളും ഇലയിൽ വിളമ്പിക്കൊടുത്തു അവൾ. എന്നിട്ട് ഡേവിഡിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന്, ഇനിയും ചോറ് വാരി താ പപ്പ. ഈശാനി ഡേവിഡിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഉരുളയ്ക്കായി വാ തുറന്നുകൊണ്ട് പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ കുഞ്ഞിന് ഇന്നുവരെ കൊടുക്കാനാവാത്ത ആ അച്ഛൻ്റെ എല്ലാ വാത്സല്യത്തോടെയും ഓരോ ഉരുളയും മകൾക്ക് നേരെ നീട്ടി. കുഞ്ഞിൽ എന്തോരം കൊതിച്ചതാ ഇങ്ങനെ അച്ഛൻ ചോറ് വാരിത്തരാൻ. ഇപ്പോഴെങ്കിലും ഈശ്വരൻ സാധിച്ചു തന്നല്ലോ, സന്തോഷമായി. തൊണ്ടയിൽ കുടുങ്ങിയ നൊമ്പരം പുറമേ അറിയിക്കാതെ ഈശാനി പറഞ്ഞു. ജൂലി അവർ രണ്ടുപേരെയും നോക്കി നിന്നു. നിനക്ക് ഈ ആഗ്രഹം മുമ്പേ സാധിച്ചുകൂടെ പെണ്ണെ? ചാച്ചൻ നിൻ്റെ കൂടെ തന്നെ അല്ലായിരുന്നോ? അതെങ്ങനെയാ കഴിയുക? ഇവിടെ എല്ലാവരും ഇല്ലേ? അവർ എന്ത് കരുതും? എനിക്കല്ലേ അറിയൂ എൻ്റെ സ്വന്തം അച്ഛനാണെന്ന്. അവർക്കൊക്കെ അറിയുമോ? അവർ എന്ത് കരുതുമെന്ന് കരുതിയാ പറയാതിരുന്നേ. പപ്പയുടെ കുഞ്ഞ് ഒരാഗ്രഹവും ആർക്കു വേണ്ടിയും വേണ്ടെന്ന് വെക്കരുത്. പപ്പയോട് പറയണം. ഇത്രയും കാലം തരാൻ കഴിയാത്ത സ്നേഹം ആ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിലൂടെ എങ്കിലും പപ്പയ്ക്ക് കിട്ടട്ടെ എൻ്റെ പൊന്നെ. നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറയ്ക്കാതെ തന്നെ നിന്നു. പപ്പ സങ്കടപ്പെടണ്ട, എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എനിക്ക് വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതുകൂടെ ഇന്ന് സാധിക്കും. അതെന്താ? ജൂലി ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ കണ്ടോ. ഇനിയും പപ്പയ്ക്ക് ഞാൻ വാരിത്തരാം. അവൾ അവളുടെ കൈകൊണ്ട് ഡേവിഡിനും കൊടുത്തു. 20 വർഷങ്ങളില്ലാതിരുന്ന മനസ്സ് നിറഞ്ഞ സന്തോഷം ഇന്ന് ഈശാനിയുടെയും ഡേവിഡിൻ്റെയും ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുകയാണ്. രാത്രിയും റീനയും മാത്യൂസും തന്നെ നിന്നോളാം എന്ന് തന്നെ പറഞ്ഞു. അതറിഞ്ഞത് ഈശാനി വേഗം ഡേവിഡിൻ്റെ റൂമിലേക്ക് പോയി. വാ പപ്പ, നമുക്ക് ഉറങ്ങാം. അവൾ ഡേവിഡിനെ പിടിച്ച് ബെഡിലിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഡേവിഡ് അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. എന്താ പപ്പ ഇങ്ങനെ നോക്കുന്നേ? ഇതാ ഞാൻ പറഞ്ഞ ആഗ്രഹം. വാ കിടക്ക്, നല്ല ക്ഷീണമില്ലേ? അച്ചോട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ പപ്പയെ ശ്രദ്ധിച്ചേ. പപ്പ ശരിക്കും ക്ഷീണിച്ചല്ലേ? ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായേ? ഡേവിഡിനോട് ചേർന്ന് കിടന്ന് അയാളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. പപ്പയുടെ കുഞ്ഞ് ഇതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ഇതല്ല, ഇതിലും വലുത് ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. പിന്നെയാ ഇത്. പിന്നെ എൻ്റെ ക്ഷീണം എൻ്റെ മരുമകൻ വേണ്ടി വന്നു നിനക്ക് മനസ്സിലാകാൻ അല്ലേ? അതേന്നേ, അത് സത്യ. സോറി പപ്പ, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എൻ്റെ തെറ്റാ. എൻ്റെ മോളെ, പപ്പ ചുമ്മാതെ പറഞ്ഞതാ. ഇനി അതിന് സോറി വേണ്ട. എൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. ഇതൊന്നും പറ്റില്ല. ഒരു താരാട്ട് പാടിക്കേ, എന്നാലേ ഞാൻ ഉറങ്ങൂ. ആ പപ്പ പാടിയാൽ എൻ്റെ കുഞ്ഞ് ഇന്ന് മുഴുവൻ ഉറക്കത്തുണ്ടാവില്ല. അത്രയ്ക്ക് കഴിവാണ് പപ്പയുടെ പാട്ട്. നിൻ്റെ അമ്മ എൻ്റെ വാ പൊത്തും ഞാൻ പാടിയാൽ.
എപ്പോഴും പറയും, ഡേവിച്ച നമ്മുടെ കുഞ്ഞിന് നീ താരാട്ട് പാടണ്ട, അവൾ കരച്ചിൽ നിർത്തില്ല എന്ന്. പഴയ ഓർമ്മയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഡേവി അവളോട് പറഞ്ഞു. അത് കേൾക്കെ ഈശാനിയും ചിരിച്ചു. അപ്പോൾ ഞാൻ പപ്പയുടെ പോലെയാ അല്ലേ? ഞാൻ പാടാൻ നിന്ന ഹർഷട്ടനും മഹിയേട്ടനും ഇങ്ങനെയാ പറയുക. പക്ഷേ ഉണ്ടല്ലോ അച്ചുവേട്ടൻ എന്ത് നന്നായിട്ടാ പാട്ട് പാടുക, നല്ല രസമാണ് കേൾക്കാൻ. അവൻ അത്ര നന്നായി പാടുമോ? ഡേവി അതിശയത്തോടെ ചോദിച്ചു. പിന്നെ കേൾക്കണോ പപ്പയ്ക്ക്? ദേ കേട്ടു നോക്കിയേ. അവൾ അവളുടെ ഫോൺ എടുത്ത് കാൾ റെക്കോർഡിൽ നിന്നും അവൻ പാടിയ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. ഡേവിഡിന് ശരിക്കും ആയുഷ് പാടും എന്നുള്ളത് പുതിയ അറിവായിരുന്നു. അവൻ്റെ ശബ്ദം കുറച്ചു നേരത്തേക്ക് അയാളുടെ പ്രണയത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞെ, നിന്റെ കടുവ ആള് പുലിയാണല്ലോ. എന്തായാലും പപ്പയ്ക്ക് ഇങ്ങനെയൊന്നും അറിയില്ല. വേണ്ട, പാട്ട് വേണ്ട, എനിക്ക് കഥ മതി, അച്ഛൻ്റെയും അമ്മയുടെയും കഥ. എന്താ പറഞ്ഞു തരുമോ? നീ ഇവിടെ ആയിരുന്നോ? ഞാൻ നിൻ്റെ റൂമിൽ പോയി നോക്കി, കണ്ടില്ല. പിന്നെ തോന്നി ഇവിടെ കാണുമെന്ന്, ഊഹം തെറ്റിയില്ല. ഈശാനിയെ തിരഞ്ഞു വന്ന ജൂലി പറഞ്ഞു. ഞാനിന്ന് എൻ്റെ പപ്പയുടെ കൂടെയാ. നീ എന്തിനാ എന്നെ തിരഞ്ഞേ? ഒന്നുമില്ല, ചുമ്മാ. എന്നാൽ നിങ്ങളുടെ പപ്പയുടെയും മോളുടെയും സ്വപ്ന സാക്ഷാത്കാരം നടക്കട്ടെ. ഞാൻ പോവാ, ഗുഡ് നൈറ്റ്. ഇനി പറ പപ്പ. ജൂലി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതു അവൾ പറഞ്ഞു. അങ്ങനെ വലിയ കഥയൊന്നുമില്ല, എന്നാലും പപ്പ പറയാം. നിൻ്റെ അമ്മ എൻ്റെ മീനു നൃത്തം പഠിക്കാൻ പോകുമ്പോഴാണ് അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. കണ്ട മാത്രമേ തന്നെ പപ്പ മനസ്സ് പറഞ്ഞു, അവളാണ് ഈ ജന്മം ഡേവിഡിൻ്റെ പ്രണയത്തിൻ്റെ അവകാശിയെന്ന്. പിന്നെ എന്നും അവൾ പോകുന്ന വഴിയിൽ ഞാൻ കാത്തു നിൽക്കും, ഒന്നും മിണ്ടാതെ, അവളെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടെ. ദിവസവും എന്നെ കാണുന്നത് ഒരു പതിവായപ്പോൾ അവൾക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. പിന്നെ എന്നെ കാണുമ്പോൾ ദേഷ്യത്തോടെ അല്ലാതെ നോക്കില്ല നിൻ്റെ അമ്മ. കൺമഷി കൊണ്ട് കറുപ്പിച്ചെഴുതിയ അവളുടെ കണ്ണ്. എൻ്റെ മോളെ, ആ നോട്ടം കണ്ടാൽ ഒന്ന് മിണ്ടാൻ വരെ പേടി തോന്നും. ദിവസം കടന്നു പോകുന്തോറും അവളെ കണ്ണിലെ ദേഷ്യവും കൂടിക്കൂടി വന്നു. എങ്കിലും പതിവ് തെറ്റിക്കാതെ ഞാൻ എന്നും അവിടെ പോയി നിൽക്കും. അങ്ങനെയിരിക്കെ എനിക്ക് പനി പിടിച്ചു, പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും പനി. അതുകൊണ്ട് അവളെ കാണാൻ പോകാൻ സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് പോയപ്പോഴാണ് അവളുടെ ദേഷ്യം എന്നോടുള്ള പ്രണയമായി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായത്. അതെങ്ങനെ? പിന്നത്തെ ദിവസം എന്നെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എവിടെയായിരുന്നു, എന്താ പറ്റിയത് എന്നൊക്കെ, നിന്റെ കടുവയെപ്പോലെ ഒട്ടും സ്നേഹമില്ലാത്ത ഭാവത്തോടെ. എന്നിട്ട് പപ്പ എന്ത് പറഞ്ഞു? ഒരു ചിരിയോടെ ഈശാനി ചോദിച്ചു. എന്ത് പറയാൻ? അത്രയും കാലം അവളെ നോക്കി നിന്നു എന്നല്ലാതെ അവളുടെ ശബ്ദം അന്നാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞാനൊന്ന് പതറി. അവളോട് മറുപടി പറയാൻ മനസ്സ് പറഞ്ഞെങ്കിലും നാവ് ചലിച്ചില്ല. മീനു ആണ് എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ മറുപടി അടുത്ത കാലത്തൊന്നും കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാവാം ഒരു നിശ്വാസത്തോടെ എന്നെ അടിമുടിയെന്ന് നോക്കിക്കൊണ്ട് ഒറ്റ പോക്കായിരുന്നു. അവൾ പോയപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ എന്നോട് സംസാരിച്ചല്ലോ എന്ന് ആലോചിച്ച്. പിന്നെ അവൾ ചോദിച്ചതിന് മറുപടി പറയണോ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പിറ്റേന്ന് ഞാൻ അവളെ കാണാൻ പോയത്. എൻ്റെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവളെ കാത്തു നിൽക്കുന്ന എന്നെ കണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഇനി പറയാലോ അല്ലേ? അവൾ എന്നെ നോക്കി ചോദിച്ചു. പനിയായിരുന്നു. അതാ. എന്നിട്ട് ഇപ്പം മാറിയോ? മാറി. നിൻ്റെ പേരെന്താ? എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, എന്നെ കാണാനുള്ള ഈ വരവും കാത്തുനിൽപ്പും എല്ലാം ആളറിയാതെ സംഭവിച്ചതാണെന്ന്. എൻ്റെ ഊഹം തെറ്റിയില്ല അല്ലേ ഡേവിച്ചായ? അവൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നെ അറിയോ നിനക്ക്? പിന്നെ എൻ്റെ വീട്ടുകാരെ മുഖ്യ ശത്രുക്കളല്ലേ കുരിശിങ്കലുള്ളവർ? അപ്പോൾ പിന്നെ അറിയാതിരിക്കുമോ? ഒരു പ്രശ്നത്തിന് തുടക്കം ഉണ്ടാക്കാതെ ഡേവിച്ചായൻ പോകാൻ നോക്ക്. അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നതും ഞാൻ അവളെ വിളിച്ചു. അല്ല പെണ്ണെ, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആ പേരെങ്കിലും പറഞ്ഞിട്ട് പോ. ഇപ്പോഴും മനസ്സിലായില്ലേ? ഞാൻ മീനാക്ഷി. വീട്ടുപേര് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. വിശ്വമംഗലം. തിരിഞ്ഞു നോക്കാതെ അവൾ പറഞ്ഞിട്ട് പോയി. എല്ലാ സ്വപ്നങ്ങളും അവിടെ തീർന്ന പോലെ തോന്നി എനിക്ക്. ഒരിക്കലും കിട്ടില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആ മുഖം മറക്കാൻ ഒരുപാട് ശ്രമിച്ചു. പിന്നീട് ഒരാഴ്ച അവളെ കാണാൻ പോയില്ല. അവളെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കും തോറും തോറ്റുപോയിക്കൊണ്ടിരുന്നു.